ഞാനൊരു പിന്നെ കാണാൻ ഭംഗിയില്ല, കറുപ്പ്, എൻ്റെ നിറത്തിൻ്റെയൊക്കെ ഇതുകൊണ്ടായിരിക്കാം ഇവരെന്നോട് ഇത്രയും ക്രൂരത എന്നോട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ജോലി ചെയ്യാൻ പോയ വീട്ടിൽ നിന്ന് 2.25 പവൻ സ്വർണം കളവ് പോയി എന്ന് പറഞ്ഞ് കള്ളക്കേസിൽ ഈ ഒരു പാവം ദളിത് യുവതിയെ പെടുത്തുന്നു. പോലീസ് സ്റ്റേഷനിലെത്തി അവർ ഒരുപാട് കരഞ്ഞ് കാലിൽ പിടിക്കുന്നുണ്ട്, ഞാനല്ല കട്ടത്, ഞാൻ കട്ടിട്ടില്ല, ഞാനത് ചെയ്യില്ല എന്നുള്ളത്. പക്ഷെ പോലീസുകാർക്ക് ദളിത യുവതിയായിട്ടുള്ള കറുത്ത വർണ്ണമുള്ള ആ ഒരു സ്ത്രീയെ എങ്ങനെയെങ്കിലും ഇതിൽ പെടുത്തണം. അതിനു വേണ്ടി അവർ കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ദൈവം പോലും ക്ഷമിക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. വിശക്കുന്നു, വെള്ളത്തിന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കക്കൂസിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കാനാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. നിന്റെ മക്കളെയും നിന്റെ ഭർത്താവിനെയും ഞാൻ ജയിലിലാക്കും, നിന്റെ മക്കൾക്ക് ഇനി ജയിലിൽ കിടന്ന് പഠിക്കാം, അവിടെ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് എന്നാണ് ഏമാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് SC/ST സംസ്ഥാന സമ്മേളനം നടന്നത്. നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിണറായി വിജയനൊക്കെ പങ്കെടുത്ത വലിയ പരിപാടിയൊക്കെ ആയിരുന്നല്ലോ. അതായത് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയാണ്. ഈ പരിപാടിയിലേക്ക് വിശിഷ്ട അതിഥിയായി ക്ഷണിക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, ദളിതന് വേണ്ടി ശബ്ദമുയർത്തുന്ന വേടൻ എന്ന് പറയുന്ന വ്യക്തി. ആ വേടനെ പോലും അവിടെ ഇരുത്തിക്കൊണ്ട് തൊട്ടടുത്ത് ഇരുന്നു കൊണ്ട് ഈ ഊളത്തരമാണ് ഈ സർക്കാർ ചെയ്തതെങ്കിൽ എന്ത് പറയാനാ? വേടന്റെ ആ ഒരു വാക്കുണ്ടല്ലോ, തമ്പുരാനാണേലും എനിക്കൊരു മൈരുമില്ല എന്നുള്ളത്. അത് തന്നെയാണ് നമ്മൾ എല്ലാവരും പറയേണ്ടത്. ഇവിടെ തമ്പുരാക്കാൻ ഭരണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദളിതന്റെ നെഞ്ചത്ത് കയറി ഈ കാണിക്കുന്ന താണ്ഡവമാടലുകൾ. ആ താണ്ഡവമാടുന്നവനൊക്കെ ഒരിക്കൽ ചിന്തിക്കും, ഞാൻ ചവിട്ടി നിന്നത് ദൈവത്തിന്റെ നെഞ്ചത്താണ് എന്നുള്ളത്. ഒരു ദളിത് യുവതിയെയാണ് ഈ രീതിയിൽ അതിക്രമിച്ച് ആളുകളുടെ മുന്നിൽ കള്ളിയാണ് എന്ന് മുദ്ര കുത്തി ചാപ്പ കുത്തി ആ നാട്ടിൽ പോലും കാണരുത് എന്നാണ് കള്ളക്കേസിൽ കുട്ടിക്ക് കൊണ്ട പോലീസുകാരൻ പറഞ്ഞത് എന്നുള്ളതാ. ഇവിടെ കേസ് കൊടുത്തവനെയും കൊടുക്കണം, കാരണം കള്ളക്കേസായിരുന്നു എന്നുള്ളതാ. ഇവരുടെ മാനത്തിന് വില പറഞ്ഞ നാറിയ പോലീസുകാരനുണ്ടല്ലോ, അവരുടെ മുഴുവൻ പെൻഷൻ തുകയും ഈ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന രീതിയിലേക്ക് ആക്കാൻ നട്ടിലുള്ള ഭരണാധികാരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചതാ. നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് എനിക്കറിയാം. കാരണം ഇവിടെയുള്ള സാധാരണക്കാരനെ ഊറ്റി ഊറ്റി തിന്ന് വീർത്ത കുമ്പയാണ് നിന്റെ കുമ്പയൊക്കെ. അതൊക്കെ ഞങ്ങൾക്കറിയാം. വേടനെ നിങ്ങൾ അവിടെ കൂട്ടിയിരുത്തിയത് എന്തിനാന്നു ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നു. ജനങ്ങളെ കൂട്ടുക എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം വേടൻ പറയുന്ന രാഷ്ട്രീയത്തിൽ നിങ്ങളെ പോലും പറയുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാ. തമ്പുരാൻ എന്നുദ്ദേശിക്കുന്ന ആ വാക്കുകള് അതൊരു പക്ഷേ സാധാരണക്കാരനെ ഊറ്റി ജീവിക്കുന്നവൻ എല്ലാവനും വേണ്ടിയുള്ള വാക്കാണ് എന്ന ബോധം പിണറായി സർക്കാരിന് വേണം എന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ആഭ്യന്തര വകുപ്പിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഈ സാധാരണക്കാരായിട്ടുള്ള ഇവരുടെ നെഞ്ചത്തോട്ട് എന്തിനാണ് താണ്ഡവം ആടുന്നത്? എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? SI ഇപ്പൊ സസ്പെൻഷൻ ചെയ്തു എന്ന കാര്യമൊന്നുമില്ല. കാരണം അയാൾ സസ്പെൻഷനിലാണെങ്കിൽ അയാൾക്ക് കൂലി കിട്ടുന്നുണ്ട്, കിമ്പളം കിട്ടുന്നുണ്ട്, അത് വെച്ച് ജീവിക്കുക തന്നെ ചെയ്യും. ഡിസ്മിസ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം ഒരുപാട് ദളിതന്റെയും കൂടിയാണ് ഈ രാജ്യം എന്ന ബോധം എല്ലാവർക്കും വേണം. ഒരു ഭരണഘടന ഉണ്ട് എന്നൊരു ബോധം എല്ലാവർക്കും വേണം. ആ ഒരു ചേച്ചിക്ക് ഉണ്ടായ ഈ ഒരു ദുരനുഭവം അവർ തുറന്നു പറയുന്നുണ്ട്. ഒന്ന് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ആ വിഷമം എത്രയാണ് എന്നുള്ളത്. സംഭവിച്ചത്, ഞാൻ വീട്ടു ജോലിക്ക് അവിടെയുള്ളൊരു ജോലിക്ക് പോയിട്ട് അവിടെ നിൽക്കായിരുന്നു, ബസ് കാത്ത് നിൽക്കായിരുന്നു. അപ്പോഴാണ് എനിക്ക് പേരുകൂടെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോൾ വന്നത്. പേരുകൂടെ പോലീസ് സ്റ്റേഷനിൽ കോൾ വന്നു. അപ്പോൾ ഞാൻ ആദ്യം എടുത്തില്ല, രണ്ടാമത് വിളിച്ച് എടുത്തു. എവിടെ നിന്ന് ചോദിച്ചപ്പോൾ പേരുകൂടെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് പറഞ്ഞു. ബിന്ദു ഇത്രയും പെട്ടെന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ബിന്ദു ഇവിടെ വീട്ടു ജോലിക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോയിട്ടുണ്ട്, ഇവിടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ഓമന ഡാനിയൽ. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, പെട്ടെന്ന് ഓട്ടോ വിളിച്ച് ഇവിടെ വരെ ഒന്ന് വരണം. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ പറഞ്ഞു ഓട്ടോ വിളിച്ച് വരാൻ ഈ പോലീസുകാർ എന്നോട് പറഞ്ഞു. ഞാൻ ഓട്ടോ വിളിച്ച് പ്രകാരം അവിടെ ഓടിപ്പോയി. ഇതിനു മുമ്പ് ഞാൻ ഈ ഓമനാളുടെ മകളെ വിളിച്ചു, നിഷെ. എന്താണ് ചേച്ചി പ്രശ്നം ചോദിച്ചപ്പോൾ പറഞ്ഞു, ബിന്ദു ഒരു 3 ദിവസത്തെ പൈസയുമായി എൻ്റെ മമ്മി പേരൂക്കട പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേച്ചി അതെന്തിനു? ഞാൻ ചേച്ചിയുടെ വീട്ടിലല്ലേ ജോലിക്ക് വന്നെന്ന് ചോദിച്ചു. അതെനിക്കറിയത്തില്ല, ബിന്ദു ഓടിച്ചെല്ലെന്നാണ് ഈ നിഷ എന്നോട് പറഞ്ഞത്. അത് പ്രകാരം ഞാൻ ഓടി അവിടെ ചെന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഓമന ഡാനിയലും മകളും SIയുടെ അടുത്തിരിക്കുക. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചു. ഞാൻ അതിനകത്ത് കയറി ചെന്നു. SIയോട് ചോദിച്ചു, എന്താണ് സാറെന്ന് ചോദിച്ചപ്പോൾ ഇവരെ മാല കണ്ടില്ല. എന്നിട്ട് ഞാൻ ഈ മേഡത്തിനോട് ചോദിച്ചു, മേഡം എന്താണ്? അത് എൻ്റെ മാല കണ്ടില്ല, ബിന്ദുവാണ് അവിടെ ജോലിക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മേഡം ഞാൻ എടുത്തിട്ടില്ല, ഞാൻ മാല എടുത്തിട്ടില്ല. SIയോടും ഈ മേഡത്തിനോടും ഞാൻ പറഞ്ഞു. എന്നിട്ട് അവർ വേറൊരു വനിതയെ വിളിച്ചു.
എന്നെ റൂമിൽ കൊണ്ട് എൻ്റെ ടോപ്പും എല്ലാം മാറ്റി എന്നെ പരിശോധിച്ചിട്ട് വീണ്ടും വെളിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് വേറെ ഒരു വനിതയുമായി റൂമിൽ കൊണ്ടുപോയി എന്നെ പരിശോധിച്ചു. എന്നിട്ട് വീണ്ടും എന്നെ വെളിയിൽ കൊണ്ടുവന്നിട്ട് CA അവിടുത്തെ കൊണ്ടുപോയി എന്നെ എല്ലാവരും എന്നെ ചോദ്യം ചെയ്തു. ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചു. ഞാൻ മാല എടുത്തിട്ടില്ല എന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടും അവരത് ചെയ്യിക്കൊള്ളാൻ തയ്യാറായില്ല. അവരെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ മാല എടുത്തിട്ടില്ല. ഓമന എന്ന ഒരു സ്ത്രീ അവരുടെ വീട്ടിലാണ് ജോലിക്ക് പോയിട്ടുള്ളത്. എന്തായാലും അവരുടെ വീട്ടിൽ നിന്ന് തന്നെ സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കള്ളക്കേസിൽ കുടുക്കിയതിന് മാനനഷ്ടത്തിന് അവരുടെ സ്വത്തിന്റെ പകുതി ഈ സ്ത്രീക്ക് കിട്ടുന്ന രീതിയിൽ എഴുതി വെപ്പിക്കാനുള്ള ഒരു നിയമ സംവിധാനം ഇവിടെ ഒരുക്കുക തന്നെ വേണം. എനിക്ക് വിഷയത്തിൽ കൂടുതലായിട്ട് സംസാരിക്കാനൊന്നുമില്ല. ഈ ചേച്ചിയുടെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം. എന്നിട്ട് ഒരു 8 കൂടി ഈ ഓമന ഡാലിയലിൻ്റെ പ്രകാരം എന്നെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഇതിനു മുമ്പ് എൻ്റെ ചേട്ടനും എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എവിടെയാണെന്ന് അറിയാതെ. എപ്പോഴും ഞാൻ പറഞ്ഞു, സാറേ ഒരു കോള് എൻ്റെ ചേട്ടന് ചെയ്യാൻ പറഞ്ഞു, ഞാനിവിടെയാണ് എന്ന്. എന്നിട്ട് അവർ വിളിച്ച് പറഞ്ഞില്ല. ഏതൊരു മനുഷ്യന് ഇന്ത്യ ഭരണഘടന കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണത്. അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് ഏതിനാണെന്ന് അവരെ അറിയിക്കണം. അതുകൂടാതെ ഇവർക്ക് ആരെയെങ്കിലും വിളിച്ചറിയിക്കണമെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കണം. പോലീസുകാർ അത് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അതായത് ഇവൻ അറസ്റ്റ് ചെയ്ത് FIR ഇട്ടിട്ട് ഒരു രാത്രി മുഴുവൻ സ്വന്തം മക്കൾ 2 പെൺകുട്ടികളാ, 16ഉം 17ഉം വയസ്സുള്ള 2 പെൺകുട്ടികളാണ് വീട്ടിലുള്ളത്. അവരെയും ഭർത്താവിനെയും ഒന്നും അറിയിക്കാൻ പോലും കഴിയാതെ ആ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ, സെല്ലിൽ കിടക്കേണ്ട അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. അതും ചെയ്യാത്ത തെറ്റിന്. വല്ലാത്ത അവസ്ഥയാണത്. അതൊക്കെ അനുഭവിക്കുന്ന ആളുകളെ മനസ്സിലാക്കുള്ളൂ. പോലീസുകാരനൊന്നും അനുഭവിക്കാനില്ല, അതേപോലെ തന്നെ ഓമന ചേച്ചിക്കൊന്നും അനുഭവിക്കാനൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അനുഭവിക്കേണ്ടി വരും. SC/ST ആക്ട് പ്രകാരം കേസ് കൊടുക്കണം, മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം, എല്ലാത്തിനും അകത്തിടണം. അത്ര തന്നെ. സന്നൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ എൻ്റെ ഭയങ്കരമായിട്ട് എൻ്റെ വേദന. ഭയങ്കരമായിട്ട് എന്നെ ചോദ്യം ചെയ്യും. ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചത് ഈ പ്രശ്നം എന്ന് പറയുന്ന ഒരു CA എന്നാണ് പറഞ്ഞത്, എനിക്കറിയത്തില്ല. ഈ പ്രസന്നൻ എന്ന് പറയുന്ന CI ഇപ്പോൾ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്തതാണ്. ഇനി നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക. ജോലിയിൽ നിന്ന് പിരിച്ചുവിടും കൂടി ചെയ്താലേ ഞങ്ങളത് വിശ്വസിക്കുകയുള്ളൂ. ആഹാരവും വെള്ളവും എനിക്ക് അവിടെ നിന്ന് തന്നിട്ടില്ല. വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി കുടിക്കാനാണ് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന സാർ എന്നോട് പറഞ്ഞത്. ഞാൻ ബാത്റൂമിൽ പോയി, എങ്കിലും ഞാൻ വെള്ളം കുടിച്ചില്ല. സാധാരണ കക്കൂസിത്തെ വെള്ളവും ചിലപ്പോൾ ആ പോലീസുകാരൻ കുടിക്കുന്നുണ്ടാവും. അതുകൊണ്ടാവും ചിലപ്പോൾ ചേച്ചിയോട് അത് പറഞ്ഞു. ചേച്ചി തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അയാൾ നിരന്തരം രാവിലെ നീച്ചാലൊക്കെ കുടിക്കുന്നത് ആ വെള്ളമായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ അവരെ നിങ്ങളോട് അങ്ങനെ പറയണമെന്നില്ലല്ലോ, ചെയ്യുന്നതല്ലേ പറയുള്ളൂ. അത് തന്നെ. എന്നിട്ട് തിരിച്ച് ഇനി വെളിയിൽ വന്നു അവിടെ ഇരുന്നു 3:30 വരെ എന്നെ ചോദ്യം ചെയ്തു. ഉറങ്ങാനൊന്നും എന്നെ സമ്മതിച്ചില്ല. അതിനുശേഷം ഇച്ചിരി അങ്ങോട്ട് കിടക്കുമ്പോൾ തന്നെ സാറ് അപ്പം തന്നെ വിളിക്കും, ബിന്ദു മാല എടുത്തെങ്കിൽ അങ്ങ് കൊടുക്കണം. ഞാൻ പറഞ്ഞു, സാറ് ഞാൻ ആരെയും മാല ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ എന്നെ അവിടെ വിളിച്ചിരിക്കുകയാണ്. ഈ രാത്രി 11:45 FIR ഇട്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിനുശേഷമാണ് പറഞ്ഞത്, നിന്നെ ജയിലിൽ കൊണ്ടുപോയി എൻ്റെ മക്കളെയും കേസിൽ കൊടുക്കുമെന്ന് ഈ പ്രസിഡന്റ് പറഞ്ഞ പോലീസുകാരൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റി. എങ്ങനെയെങ്കിലും ഇവരെ കേസിൽ കൊടുക്കണം. അതിന് മക്കളുടെ പേരും ഭർത്താവിന്റെ പേരൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒക്കെ ഇനി ഞാൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ ഇവർ സമ്മതിക്കുമല്ലോ. ആ സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രസന്നൻ എന്ന ആ ഒരു CI കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ അത് മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കല്ലേ. എന്താണ് ആഭ്യന്തര വകുപ്പൊക്കെ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. ഇന്നോ ഇന്നലെ തുടങ്ങിയൊന്നല്ല ഇത്. പോലീസിന്റെ ഉള്ളിൽ മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും ദളിതനോടും കറുപ്പിനോടും വിരോധമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. വേടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, എന്നാൽ അത് പറഞ്ഞത് ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് എന്ന ബോധം അവർക്ക് ഇല്ലാതെ പോകുന്നതാണ് ഏറ്റവും കോമഡി എന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ 17ഉം 15ഉം വയസ്സായ മക്കളെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് ഇപ്പോഴും എനിക്ക് താങ്ങാൻ.
ഇവിടെ എൻ്റെ ഭർത്താവിനെയും കേസ് കൊടുക്കും. മക്കൾക്ക് അവിടെ ജയിലിൽ സുഖമാണ്, പഠിക്കാനും ആഹാരവും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി ഈ പോലീസുകാരനാണ്. ഓക്കെ, മക്കൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ജയിലിൽ ഒരുക്കി കൊടുക്കും, അതുകൊണ്ട് സമ്മതിക്കുക എന്ന് പറഞ്ഞത്രേ. ഭാവിയിൽ ആ പറഞ്ഞ പോലീസുകാരന്റെ മക്കൾക്ക് അതിനുള്ള അവസരം കിട്ടാൻ ഞാൻ ദൈവത്തിനോട് മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിച്ചോളാം, അത്ര തന്നെ. അങ്ങനെ രാവിലെ ഒരു സമയം അറിയത്തില്ല, ഒരു 7 മണിയാകുമ്പോൾ തോന്നുന്നു, ഈ ഓമനാണ്ടാണ് ഒരു മകളും അവിടെ ഓടി വരികയും SIയുടെ റൂമിലോട്ട് ഓടി കയറിപ്പോയി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ SI എന്നെ വിളിച്ചു. അതിനുമ്പോൾ എൻ്റെ ചേട്ടൻ 11:30 കൂടി എൻ്റെ ചേട്ടൻ അവിടെ വന്നു SIയുടെ റൂമിലോട്ട് കയറി ചെന്നു കാര്യങ്ങളെല്ലാം ചോദിച്ചു. ചേട്ടൻ കരഞ്ഞുകൊണ്ടിറങ്ങി വന്നപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാലും ഞാൻ അവിടെ പിടിച്ച് അവിടെ വെളിയിൽ ചെന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ വെളിയിൽ ചെന്നിരുന്നു. അതിനുശേഷം എന്നെ റൂമിലേക്ക് വിളിച്ചപ്പോൾ ഓമന ഡാലിൽ പറഞ്ഞു, ബിന്ദുവിന് വെറുതെ വിടുകയാണ്, ബിന്ദുവിൻ്റെ മക്കളെ ഓർത്ത് ബിന്ദുവിന് വെറുതെ വിടുകയാണ്, എൻ്റെ സാധനം പോകണമെങ്കിൽ അങ്ങ് പോട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ SI പറഞ്ഞു, അവർക്ക് പരാതിയില്ല, ബിന്ദുവിന് പോവാം എന്ന് എന്നോട് പറഞ്ഞ്. അതായത് സ്വന്തം വീട്ടിൽ നിന്ന് സാധനം കിട്ടിയപ്പോൾ ഇനി ഇവിടെ കേസ് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്, നിങ്ങൾ കട്ട തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനത് പോട്ടെ, നിങ്ങൾ പൊക്കോളി എന്ന് പറഞ്ഞൊരു ഔദാര്യം തന്നു എന്ന് ഇവർക്ക് തോന്നണം. ഇത് പോലീസുകാർ പറയിപ്പിച്ചതാവാൻ സാധ്യതയുണ്ട്. എന്തായാലും 8ന്റെ പണി നിനക്കും കൂടെ കിട്ടും കേട്ടോ ഓമനെ, നിനക്ക് കിട്ടുക തന്നെ വേണം. നിന്റെ സ്വത്തിന്റെ പകുതിയെങ്കിലും ഈ പാവപ്പെട്ടവർക്ക് എഴുതി കൊടുക്കുക തന്നെ വേണം. അങ്ങനെയാണ് വിധി പറയേണ്ടത്. അല്ലാതെ ഒരു ദളിത് യുവതിയെ ഇങ്ങനെ നിറത്തിന്റെ പേരിലും വിദ്യാഭ്യാസത്തിന്റെ പേരിലും അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്ര വൃത്തികെട്ട രീതിയിൽ ട്രീറ്റ് ചെയ്ത ഇവരൊക്കെ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള വിധിയൊന്നും വരില്ല എന്ന് എനിക്കറിയാം, എന്നാലും പറയാതിരിക്കാൻ വയ്യ. നമ്മളെ പോലെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള വിധികൾ തന്നെയാണ്. പെൻഷൻ വാങ്ങിക്കൊണ്ടായ CI ഇരിക്കരുത്. ആ പെൻഷൻ ഇങ്ങനെ ഇവർ ചവിട്ടി മെതിച്ച ഈ ഫാമിലിക്ക് കിട്ടുന്ന രീതിയിലാക്കണം. അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോ ഇന്നൊന്നിനും തുടങ്ങിയ പരിപാടികളൊന്നുമല്ലല്ലോ, കാലങ്ങളായിട്ട് ദളിതന്റെ നെഞ്ചത്തോട്ട് തന്നെയല്ല എല്ലാവരും. ഞാൻ 3 ദിവസം ജോലി ചെയ്ത പൈസ ഞാൻ മേടിച്ചു. 1500 ഞാൻ മേടിച്ച് ഞാൻ വെളിയിൽ വന്നു. അവിടെ വെളിയിൽ വന്നിട്ട് വീണ്ടും എന്നെ വിളിച്ചു. എനിക്കൊരു കാര്യം പറയണമെന്ന് SI പ്രസാദ് പറഞ്ഞു. ഞാൻ എന്ത് സാർ? അത് ഈ കവടിയാറ് അമ്പലമുക്ക് ഭാഗത്തൊന്നും എന്നെ കണ്ടുപോകരുത്, നാട് വിട്ടു പോവാൻ. ഞാൻ അവിടെ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. തമ്പുരാന ആളലൊരു മൈരുമില്ല. ഓക്കെ, ഇത് രാജ്യഭരണമല്ല. പോലീസുകാരൊക്കെ മനസ്സിലാക്കണം, ഇത് ജനാധിപത്യ രാജ്യമാണ്. നിങ്ങൾ നിയമപാലകരാണ്, നിയമം പാലിക്കേണ്ടവരാണ്. അല്ലാതെ നിങ്ങളല്ല ഈ രാജ്യം ഭരിക്കുന്നത്. മനസ്സിലാക്കുക, നിങ്ങൾ വെറും സർവന്റ് ആണ്, ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്, ഞങ്ങളുടെയും കൂടി പൈസയാണ് നിങ്ങളുടെ ശമ്പളം. അത് മനസ്സിലാക്കുക. ആ കക്കിക്കുള്ളി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാതിരി ഉഡായിപ്പ് പരിപാടികളൊക്കെ കാണിക്കാം എന്ന് വെച്ചാൽ വ്യാമോഹമാണ്. കാരണം ജനാധിപത്യ രാജ്യമാണ്. ആ ബോധം ഉണ്ടാവുന്നത് നല്ലതാണ്. ഇവരെ പോലെയുള്ള സാധാരണക്കാർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. ഒരു SC യുവതി ആയതുകൊണ്ടാണ് നീ ഇതൊക്കെ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് സസ്പെൻഷനും അതേപോലെ തന്നെ സസ്പെൻഷനിൽ ശമ്പളവും വാങ്ങിയിരിക്കുക. എന്ത് രീതിയിലാണ് ഇതിനെ നമ്മുടെ സർക്കാർ ഇടപെടലുകൾ നടത്തുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. വെയിറ്റ് ചെയ്യുക തന്നെ വേണം. അതിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ടുകളും. മുഖ്യമന്ത്രി ഓഫീസിൽ ചെന്നപ്പോൾ ഞാൻ വക്കീലും കൂടി പോയത്. അവിടെ ചെന്ന് ഞങ്ങൾ പരാതി സാറിൻ്റെ കൈ കൊടുത്തു. സാറിങ്ങനെ വായിച്ചൊന്നുമില്ല, എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞു, ഇതിപ്പോൾ മാല കണ്ടില്ല, വീട്ടുകാർ പരാതി കൊടുക്കും, അപ്പോഴും പോലീസ് പിടിക്കും, ഇതൊക്കെ കോടതിയിലാണ് പറയേണ്ട എന്നാണ് ആ സാർ മറുപടി പറഞ്ഞത്. ബിന്ദു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി? പോയി. പരാതി കൊടുത്തപ്പോൾ പറഞ്ഞു, പരാതി ഇങ്ങനെ മാല മോഷ്ടിച്ചെന്ന് പരാതി വന്നാൽ പോലീസ് പിടിക്കും, അതിന് ഇവിടെ വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. പോലീസ് കോടതി, ഇതൊക്കെ കോടതിയിലാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. കേട്ടില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും അവർക്കുണ്ടായ ദുരനുഭവം കേട്ടില്ലേ? ഇതൊന്നും ഞങ്ങളുടെ അടുത്തല്ല കൊണ്ടുവരേണ്ടത്, കോടതി പോയി കൊടുക്കുക എന്നുള്ളത്. ഒരു സാധാരണക്കാരിയാണ്, വിദ്യാഭ്യാസം ഇല്ല. അതേപോലെ തന്നെ നിങ്ങൾ ചവിട്ടിത്താഴ്ത്താൻ ആഗ്രഹിക്കുന്ന SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, നിറമില്ലാത്തവളാണ്. സ്വാഭാവികമായിട്ട് ഇവര് തമ്പുരാക്കന്മാരാണല്ലോ, അങ്ങനെ തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ആ തമ്പുരാക്ക മനോഭാവം ഇന്നും പോയിട്ടില്ല. ഇത് തന്നെയാണ് വേടൻ പറയുന്നത്. എന്നാൽ അതേ വേടനെ തന്നെ കൂട്ടുപിടിച്ച് ഒരു പരിപാടിയിലേക്ക് ആളെ കൂട്ടാനുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു കാര്യം പിണറായി കാണിച്ചു കൂട്ടിയത് നമ്മൾ കണ്ടതാ.
ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ടല്ല വേടൻ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് വലിയ ബോധമുണ്ട്. അയാൾ പറയുന്ന സവർണ അവർണ ബോധത്തെക്കുറിച്ചിട്ടും വർണ്ണവിവേചനത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടതാ. അതിലൊരിക്കലും ഇപ്പൊ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ടല്ല ആൾ പറയുന്നത് എന്നും നമുക്കറിയാം. യഥാർത്ഥ കമ്മ്യൂണിസം തന്നെയാണ് ആൾ പറയുന്നത്, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ജാതി, വർണ്ണം, വർഗം, നിറം ഒരു വ്യത്യാസവും വേണ്ട, നമ്മൾ മനുഷ്യരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ടൊരു പരിപാടി വിജയിപ്പിക്കാൻ നോക്കി, അവിടെ കുറെ ആളുകൾ ആശുപത്രിയിലുമായി. അത്ര തന്നെ. അയാളോട് നിങ്ങൾ സ്നേഹം കാണിക്കുന്നുണ്ട് എങ്കിൽ ഈ ദളിത യുവതിക്കും നിങ്ങൾ സ്നേഹം കൊടുത്തേ നോക്കൂ. അല്ലാത്ത പക്ഷം അടുത്ത തവണ ഞങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ചിന്തിക്കും, പിണറായി സർക്കാരിനെ ഞങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണോ താഴെ ഇടണോ എന്ന്. അത് ഓരോ മനുഷ്യന്റെയും ഈ വിരല് ഉത്തരം പറയുക തന്നെ വേണം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഏതൊരു സന്ദീപ് പോൾ സൈനിങ് ഓഫ്.